ഇന്നലെ 1:30 മണിക്ക്, അതായത് ഞായറാഴ്ച 1:30 മണിക്ക് ഇന്നേ വരെ ഒരു പെറ്റി കേസിൽ പോലും എഴുച്ചില്ലടാ ഇന്നേ വരെ പെറ്റി കേസിൽ പോലും പ്രതിയാവാത്ത പൊടിയനെന്ന് വിളിക്കുന്ന ഫ്രാൻസിസ്, അവൻ്റെ വീട്ടിൽ വല്യറ സ്റ്റേഷനിലെ പോലീസ് പോവുകയും പേര് ചോദിക്കുകയും വെളിയിൽ നിന്നുള്ള ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട ഒരാളെയും കൂടെ കൊണ്ടുവന്നാണ് അയാൾ കാണിച്ചു കൊടുക്കുകയും അവനെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. ഇന്ന് വരെ ഒരു പെറ്റി കേസിൽ പോലും ആൾ പെട്ടിട്ടില്ല. ഇത് പോലീസുകാർ ഒന്നും അറിയാതെ എടുക്കാതെ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്നുള്ളത്, അതെന്താണ് നടന്നുള്ള ഫ്രാൻസിസ് വിവരിക്കും. സാറേ, ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ല. ഞാൻ പണിക്ക് പോകണമെന്ന് വിചാരിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങിയതാണ് സാറേ. എന്നെ വന്ന് കഥവ് തള്ളി തുറന്ന് വന്ന് എന്നെ ഉപദ്രവിച്ചവർ എൻ്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയി. ഒരു കേസിലും പ്രതിയല്ല ഞാൻ, ഒരു കേസിൽ പോലും പ്രതിയല്ല ഞാൻ. എന്തിനാണെന്ന് ചോദിച്ചാ? ഒന്നും ചോദിച്ചില്ല അവർ. എവിടെയൊക്കെ അടിച്ചു? എൻ്റെ കുറുക്കിലേക്ക് അടിച്ചു. മെയിൻ എസ് ഐ എൻ്റെ കുറുക്കിൽ നട്ടലിന് മുട്ടിയേറ്റി. എനിക്കിപ്പോൾ ഈ കഴുത്തൊന്നും തിരിക്കാൻ വയ്യ. എൻ്റെ തല പിടിച്ചിട്ടാണ് അവർ രണ്ടാമത്തെ ഫോട്ടോ എടുത്തത്. ഇന്നേ വരെ ഒരു കേസ്, ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരാണ്, ഇന്നേ വരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത ഒരു ചെറുക്കനാണ് ഈ ഫ്രാൻസിസ്. ഒന്നിനും പോകാറില്ല, ഒരു പരിപാടിക്ക് അങ്ങനെയുള്ള ഒന്നിനും പോകില്ല, ഒരു ക്രിമിനൽ കേസിന് അവൻ ചെന്ന് ചാടാറില്ല. നാട്ടിൽ അവനെപ്പറ്റി അനാവശ്യം പറയുന്ന ആരുമില്ല. ഇങ്ങനെ വന്ന് ഒന്നും ചോദിക്കാതെ ചുമ്മാതെ വന്ന് വീട്ടിനകത്ത് കയറി പോലീസുകാർ കൈകാര്യം ചെയ്ത് അവർക്കെതിരെ നടപടി ഉണ്ടാവണം. കാര്യം ഇന്ന് അത് കിട്ടിയത് ഫ്രാൻസിസിനാണെങ്കിൽ നാളെ ഇതാണ് ഒരുപാട് നിരപരാധികൾ. അത് അവർ പോലീസ് കൂടെ കൊണ്ടുവരുന്നവർ പോലും ക്രിമിനൽസിനെ കൊണ്ടുവന്നാണ് ആളെ തിരിച്ചറിയുന്നത്. അല്ല, വല്ലവരും പറയുന്നത് കേട്ടിട്ട് പാവങ്ങളെ അടിക്കാൻ, അവനിപ്പോൾ നടക്കാൻ വേണ്ടി എടുക്കാനും ഈ കഴുത്തൊക്കെ വേദനിക്കുന്നതാണ് പറയുന്നത്. കഴുത്തിൻ്റെ ഏത് ഭാഗം വേദനിക്കുന്നു? മൊത്തം വേദനിക്കുന്നു. ആ നടുവും വയ്യ. അവൻ കടൽ ജോലി കൊണ്ട് ജീവിക്കുന്നവനാണ്. ഈ കടൽ ജോലി എടുത്ത് ജീവിക്കുന്നവനെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പോകുന്നത് ഈ പോലീസുകാർക്ക് ഇത്രയ്ക്കും ഇതില്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കേസിൽപ്പെടാത്ത ഒരു പ്രതിയായാൽ പോലും ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവരെന്താണ് കാണിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, ആർക്കും വെളിയിറങ്ങുന്ന വീട്ടിൽ പോലും നിവൃത്തിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇവർക്ക് നടപടി വേണം. ഇനിയെങ്കിലും സാധാരണക്കാർക്ക് ഒരു ദ്രോഹവും ദോഷവും പറ്റാൻ പാടില്ല. എന്തെങ്കിലും വേലത്തനം കാണിക്കുന്നവന്മാരാണ് നമ്മൾ പറഞ്ഞതിന് കുഴപ്പമില്ല. ഇത് ചുമ്മാതിരിക്കുന്ന ആൾക്കാരെ വീട് കയറുക, അല്ല ഗുണ്ടകളെ പോലെ പോലീസ് പെരുമാറുന്ന ഇതിനെതിരെ നടപടി എടുക്കണം. ഇതല്ലെന്നുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും തീരുമാനം ആയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മേൽപോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തെമ്മാടത്തിനെ കാണിക്കുന്നവനാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ ഞങ്ങളാരും അനങ്ങത്തില്ല. ഇത് നാട്ടിൽ ആർക്കും ഒരു ശല്യം ചെയ്യാൻ നടക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ അടിച്ച് അവന് ജോലി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാക്കി അവർക്കെതിരെ നടപടി വേണം സാറേ. ഞങ്ങൾ ഇതിനൊരു മറുപടി കിട്ടില്ലെങ്കിൽ ഞങ്ങൾ DGPയും മറ്റും മേളിലോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ അറിയിക്കാൻ പോവുകയാണ്. അതോ ഇനി അങ്ങനെ പാർട്ടിപരമായിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒന്നിനും പോകാറില്ല. ഇതിന് നടപടി വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.